പിണറായിസം അവസാനിച്ചു. ഇനി റിയാസിസം. പ്രതിപക്ഷ നേതാവാകാൻ മുഹമ്മദ് റിയാസ്. കേരളക്കരയിൽ ആഞ്ഞടിച്ച UDF സുനാമിയിൽ LDF കൂടാരം അപ്പാടെ തകർന്നടിച്ചപ്പോൾ നിയമസഭയിലെ പ്രതിപക്ഷ നിരയെ ഇനി ആര് നയിക്കുമെന്ന ഗൗരവതരമായിട്ടുള്ള ചർച്ച കേരളത്തിൽ സജീവമാകുന്നുണ്ട്. ആരാകും പുതിയ മുഖ്യമന്ത്രി എന്നതുപോലെ തന്നെ ആരാകും പുതിയ പ്രതിപക്ഷ നേതാവ് എന്ന ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് പാർട്ടിയിലും മുന്നണിയിലും. കഴിഞ്ഞ 10 വർഷക്കാലം നിയമസഭയിൽ LDFനെ നയിച്ച് പിണറായി വിജയനായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. എന്നാൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പിണറായി നായകനായി തുടരുമോ എന്ന ചോദ്യമാണ് ശേഷിക്കുന്നത്. 102 സീറ്റുകളുമായിട്ട് UDF അധികാരത്തിലെത്തുമ്പോൾ 35 സീറ്റുകൾ മാത്രമാണ് LDFനുള്ളത്. അവിടെ ഒരു പ്രതിപക്ഷ നേതാവാകാൻ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല. പകരം ആ പദവി ഒഴിയുന്നു, MLA സ്ഥാനം വരെ രാജിവെക്കാൻ തയ്യാറാകുന്നു. പകരം ആര് എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമാണ് പിണറായി വിജയന്റെ മനസ്സിലുള്ളത്. അത് മറ്റാരുമല്ല, മുഹമ്മദ് റിയാസ് ആണ്. ചങ്കൂറ്റമുള്ളവർ നയിക്കട്ടെ. അത്തരത്തിൽ പുതിയൊരു തലമുറ ഈ പരാജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് വലിയ പ്രതീക്ഷകളോടുകൂടി പടുത്തുയർത്തട്ടെ എന്നുള്ളൊരു സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നു. പക്ഷേ അതിനെ ഏറ്റെടുക്കുവാൻ കേന്ദ്ര കമ്മിറ്റി തയ്യാറാണോ, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം തയ്യാറാണോ എന്നുള്ള ചോദ്യം മാത്രമാണ് മുൻപിലുള്ളത്. വലിയ തിരിച്ചടി നേരിട്ട LDFനെ സഭയിൽ ഇനി ആര് നയിക്കുമെന്ന ചോദ്യം വരുമ്പോൾ ആദ്യത്തെ പേര് പിണറായി വിജയന്റെ തന്നെയായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയായി 10 വർഷം നയിച്ച പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ് പിണറായി വിജയൻ. എന്നാൽ LDFന്റെ വലിയ തിരിച്ചടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കില്ല. അദ്ദേഹം അങ്ങനെ തയ്യാറായാൽ പോലും അടുത്ത മന്ത്രിസഭയുടെ ആദ്യ വർഷങ്ങളിൽ പിണറായി തന്നെ ഇതിനെ നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ആ സാധ്യത എന്ന് പറയുന്നത് കുറച്ച് ദിവസത്തേക്ക് മാത്രമായിരിക്കും. KN ബാലഗോപാലിനടക്കം അതിന് സാധ്യത ഉണ്ടെങ്കിൽ കൂടിയും ഈ മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന പഴയ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഇപ്പോഴത്തെ MLA പദവി കൂടി രാജിവെച്ച് മുന്നോട്ട് പോയാൽ